കവിയും സാഹിത്യകാരനുമായ പി നാരായണക്കുറുപ്പ് അന്തരിച്ചു. 92 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് തിരുവനന്തപുരം പേരൂർക്കട ഇന്ദിരാനഗറിലെ വസതിയിൽ വെച്ചായിരുന്നു അന്ത്യം. കവി, നിരൂപകൻ, വിവർത്തകൻ, വാഗ്മി, സാംസ്കാരിക ചിന്തകൻ എന്നീ നിലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. സംസ്കാരം നാളെ വൈകിട്ട് തൈക്കാട് ശാന്തി കവാടത്തിൽ നടക്കും. കേരള സാഹിത്യ അക്കാദമി അവാർഡ്, ഓടക്കുഴൽ, കേരളപാണിനി, വള്ളത്തോൾ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. 2022 രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു. ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാടിലാണ് ജനനം. ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദാനന്തര ബിരുദം നേടി. ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ ഭർത്താവ് അറസ്റ്റിൽ. പൊയ്യിൽക്കാവ് പാറക്കൽ താഴം സ്വദേശി 61-കാരനായ കുട്ടികൃഷ്ണനാണ് അറസ്റ്റിലായത്. ഇന്ന് വൈകിട്ടാണ് ഇയാളെ പോലീസ് പിടികൂടിയത്. കൊയിലാണ്ടി ബിവറേജിൽ മദ്യം വാങ്ങാൻ നിൽക്കുന്നതിനിടെയാണ് പിടിയിലായത്. ഇന്നലെയാണ് കുട്ടികൃഷ്ണന്റെ ഭാര്യ 56-കാരിയായ സുധയെ ഇവർ താമസിച്ചിരുന്ന താൽക്കാലിക ഷെഡിൽ വെട്ടിക്കൊലപ്പെടുത്തിയ നിലയിൽ കണ്ടെത്തിയത്. ഇതിന് പിന്നാലെ ഇയാൾ ഒളിവിൽ പോവുകയായിരുന്നു. പുതിയ വീടിന്റെ നിർമ്മാണം നടക്കുന്നതിനാൽ സമീപത്തെ താൽക്കാലിക ഷെഡിലാണ് ഇരുവരും താമസിച്ചിരുന്നത്. രാവിലെ 8 മണിയോടെ സമീപത്ത് തൊഴിലുറപ്പിനെത്തിയവരാണ് മൃതദേഹം കണ്ടത്. അവർ പ്രദേശവാസികളെയും പോലീസിനെയും വിവരം അറിയിക്കുകയായിരുന്നു. കൊല്ലത്ത് വാഹനം ഓടിക്കുന്നതിനിടെ KSRTC ഡ്രൈവറുടെ റീൽസ് കാണൽ നടപടി. മൊബൈൽ റീൽസ് കണ്ട് വാഹനം ഓടിച്ച KSRTC ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്ത മോട്ടോർ വാഹന വകുപ്പ്. കൊല്ലം കൊട്ടാരക്കരയിലാണ് സംഭവം. KSRTC താൽക്കാലിക ജീവനക്കാരനായിരുന്ന അഭിജിത്താണ് നടപടി നേരിട്ടത്. അഭിജിത്ത് റീൽസ് കാണുന്നത് ബസ്സിലെ യാത്രക്കാരാണ് ദൃശ്യങ്ങൾ പകർത്തി വാഹന വകുപ്പിന് അയച്ചു കൊടുത്തത്. നടപടി നേരിട്ടതോടെ 2 മാസത്തേക്ക് ഇനി മറ്റ് വാഹനങ്ങൾ ഓടിക്കാൻ പാടില്ല. ഇത്തരം നിയമലംഘനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് കൊല്ലം എൻഫോഴ്സ്മെന്റ് RTO അറിയിച്ചു. മദ്യനികുതി കുറച്ചതിൽ വിമർശനവുമായി AA റഹീം. വീര്യം കുറഞ്ഞ മദ്യത്തിന് സംസ്ഥാന സർക്കാർ നികുതി കുറച്ചതിനെ വിമർശിച്ച് AA റഹീം MP. പെട്രോളിനും ഡീസലിനും ഇല്ലാത്ത നികുതി ഇളവ് മദ്യത്തിന്. ഇത് ദുരൂഹമാണെന്നും AA റഹീം കുറ്റപ്പെടുത്തുന്നുണ്ട്. നികുതി കുറച്ചതിന് പിന്നിൽ കോടികളുടെ അഴിമതിയാണെന്നും ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ AA റഹീം സംസ്ഥാന സർക്കാരിനെ വിമർശിച്ചിട്ടുണ്ട്. സാധാരണ ജനങ്ങളോട് സർക്കാർ ചെയ്യുന്ന അനീതിയാണിതെന്ന് റഹീം പോസ്റ്റിൽ പറയുന്നു. 251% എന്ന ഉയർന്ന നിരക്കിൽ നിലവിൽ സംസ്ഥാനം ഈടാക്കിയിരുന്ന നികുതിയാണ് 120 മുതൽ 175% വരെയുള്ള നികുതി ഘടനയിലേക്ക് സർക്കാർ ഇപ്പോൾ വെട്ടിക്കുറച്ചിരിക്കുന്നത്. ഗൃഹനാഥനെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. സഹോദരങ്ങൾ ഉൾപ്പെടെ 3 പേർ അറസ്റ്റിൽ. ഇടുക്കി ഉടുമ്പൻചോലയിൽ ഗൃഹനാഥനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച റോഡിൽ ഉപേക്ഷിച്ച സംഭവത്തിൽ 3 പേർ അറസ്റ്റിൽ. ആക്രമണത്തിൽ പരിക്കേറ്റ ഉടുമ്പൻചോല സ്വദേശി മണികണ്ഠൻ ചികിത്സയിലാണ്. മണികണ്ഠന്റെ ബന്ധുക്കളും സഹോദരങ്ങളുമായ ഉടുമ്പൻചോല മാൻകുത്തിമേട് തുളസിക്കരയിൽ വീട്ടിൽ മഹേഷ്, അശ്വിൻ, കൊച്ചറ സ്വദേശി നിതീഷ് കുമാർ എന്നിവരാണ് അറസ്റ്റിലായത്. ഇന്ന് പുലർച്ചെയാണ് സംഭവം. കുടുംബപരമായ തർക്കങ്ങളാണ് ആക്രമണത്തിലേക്ക് നയിച്ചതെന്നാണ് വിവരം. മണികണ്ഠന്റെ ഇടത് കൈക്കാണ് വെട്ടേറ്റത്. 3 പേർ ചേർന്ന് വെട്ടിപ്പരിക്കേൽപ്പിച്ച ശേഷം റോഡിൽ ഉപേക്ഷിച്ചു പോവുകയായിരുന്നുവെന്നാണ് മണികണ്ഠന്റെ മൊഴി.